മുസ്ലിം ലീഗൊക്കെ അഴിമതിക്കാരോ നല്ല ഉണ്ടപ്പന, നമ്മളൊക്കെ അഴിമതിക്കാരൻ, നമ്മളൊക്കെ ഒന്നും ചെയ്യാത്തത്. വെല്ലുവിളിക്കുക, ജലീൽ എന്നല്ല, ജലീലിന്റെ ആരെയും വെല്ലുവിളിക്കാം. മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ 7 അയലകത്ത് പോലും എത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല. ഞങ്ങൾ വയനാട്ടിൽ പോയവരാണ്, ഞാനും പോയിട്ടുണ്ട്. 3 ദിവസം ഉണ്ടായിരുന്നു, 2 ദിവസം പൂർണ്ണമായി ഉണ്ടായിരുന്നു. അവിടെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഓടിച്ചെന്നത് നമ്മളാണ്. നമ്മുടെ വൈറ്റ് കാർഡ്, യൂത്ത് ലീഗ്, വനിതാ ലീഗ്, KMCC, മുസ്ലിം ലീഗ്, അതിൽ കഴിവിൻ്റെ ഒരു പരമാവധി ദളിത് ലീഗ് വലിയ അവകാശം ഉന്നയിക്കുന്നില്ലെങ്കിലും ഞങ്ങളും പോയിട്ടുണ്ട്. ആ പട്ടണത്തിൽ ഇത്ര നേരം നിന്നിട്ടുണ്ട്. മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. ഞാനും അങ്ങ് കൂടിയിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരമായതുകൊണ്ട് എൻ്റെ പ്രശ്നമില്ല, ഒന്നെടുത്താൽ മതി നിസ്കാരക്കാരുടെ. അങ്ങനെ നിസ്കാരത്തിനും അവിടെയുള്ള എല്ലാം രാവിലെ വൈകുന്നേരം ഭക്ഷണം എത്തിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്തുള്ള മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിട്ടാ പറയുന്നത് അത് വൈപ്പിച്ച് അഴിമതിയാണ്, അത് സ്ഥലമെടുത്തതിൽ വലിയ പ്രശ്നമുണ്ട്. എനിക്ക് പറയാനുള്ളത് മേപ്പാടി എന്ന് പറയുന്ന പഞ്ചായത്താണ്. മേപ്പാടി എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗാണ്. പ്രസിഡന്റിന്റെ പേര് ബാബു. പ്രസിഡന്റ് ദളിത് ലീഗിന്റെ വയനാട് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ബാബു പഞ്ചായത്ത് പ്രസിഡന്റായ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് അവർ മുസ്ലിം ലീഗ് പാർട്ടിയോട് പറയാം. നിങ്ങൾ പുറത്തൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം, കണ്ണായ സ്ഥലമാണ്. അവരൊരിക്കലും അയ്യ എന്ന് പറയില്ല, അത്രയും നല്ല സ്ഥലമാണ്. അതിന് ഫണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങളൊക്കെയാണ്, KMCC-ക്കാരാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. ഒരു നയാ പൈസ ചോർന്നു പോകാത്ത കൈകളിലാണ് നമ്മൾ ആ ഫണ്ട് ഏൽപ്പിച്ചത്. അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് കൈകളിലാണ്. വിശ്വാസമുണ്ട്, ഞങ്ങളെ വിശ്വാസം മാത്രമല്ല ഈ ലോകത്തിന് വിശ്വാസമുണ്ട്. ആ പാണക്കാട് തങ്ങളെ ഏൽപ്പിച്ച ഫണ്ട് 1 രൂപ അധികം അങ്ങോട്ട് വെക്കുകയല്ലാതെ ഒരു നയാ പൈസ അതിനൊന്നും ഇങ്ങോട്ട് വരില്ല. ഒരു വൈകാരികമായ കാര്യമാണ്. അവിടെ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ബാബുവേട്ട, ഞാൻ മുസ്ലിം ലീഗല്ല. അയാൾ മുസ്ലിം ലീഗാർ മാത്രമേ എന്നെ വിളിക്കാൻ പാടുള്ളൂ. എന്താ പ്രശ്നം? ഞാൻ മുസ്ലിമും അല്ല, പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് മുസ്ലിം ലീഗിന്റെ വീട് വേണം വയനാട്ടിൽ ചൂരൽമലയിൽ. എന്നെ വിളിക്കാൻ കാരണം നിങ്ങളുടെ പ്രസിഡന്റാണ് ബാബു, നിങ്ങൾ ദളിത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞാൻ കാരശ്ശേരിയിൽ നിന്ന് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്നതാണ് വയനാട്ടിലേക്ക്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങളെ കിട്ടി, നമ്പർ കിട്ടി. ആ വീട് എനിക്കൊന്ന് മുസ്ലിം ലീഗിന്റെ വീട് ശുപാർശ ചെയ്യുന്നു എന്നോട് പറഞ്ഞു. സഹോദരിയുടെ പേര് പറയാൻ പാടില്ല, ലീഗിന് അങ്ങനെയൊക്കെയാണ് നിർബന്ധമുണ്ട്, നമ്മൾ ആരുടെ പേരും പറയില്ല. അത് തന്നെ പറയാൻ കാരണം അതിനൊരു വിമർശനം വന്നതുകൊണ്ട് ഞാൻ ബാബുവിനെ വിളിച്ചു, ഈ സഹോദരിയുടെ പേര് പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സഹോദരി ഫോണിൽ എന്നെ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതേപോലെ ആൾക്കൂട്ടത്തിൽ എന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ കൈകൾ പിടിച്ച് നിർത്തി കരഞ്ഞു. ബാബുവേട്ട, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വീട്ടിൽ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചിരുന്നു. ഞാൻ സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സർക്കാരിന്റെ വീടുണ്ട്, എല്ലാ സംഘടന വീട്ടിലും ലീഗിന്റെ വീട് കാണാൻ എന്താ വാശി? സഹോദരി പറയാൻ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിന്റെ വീട് എനിക്ക് വിശ്വാസമുള്ളൂ, മുസ്ലിം ലീഗ് കൊടുക്കുന്ന വീട് എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് മുസ്ലിം ലീഗുകാരല്ലാത്ത ആളുകൾ പറയുകയാണ്. അവിടെയാണ് ചിലർ നമ്മളെ കല്ലെറിയുന്നത്. സൂക്ഷിക്കണം, ഒരു വെറും കല്ലല്ലത്. നമ്മളെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കെതിരെ ശത്രുക്കൾ ഇഷ്ടം പോലെ. ഈ പാർട്ടി ഒന്ന് തകർന്നു കാണാൻ, ഈ പാർട്ടി ഒന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. എല്ലാവരും, എല്ലാ വെള്ളാപ്പള്ളിയും പുള്ളാപ്പള്ളിയും മള്ളാപ്പള്ളിയും ഒക്കെ നമുക്കെതിരെയാണ്. വെള്ളാപ്പള്ളി പറയാം, മലപ്പുറത്ത് നോമ്പിൽ ചായ ചോദിക്കൂടാ, മുപ്പത് ഏടെയുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അടുത്താൽ 1-2 നോമ്പിൽ ഞാനും വരാം, മലപ്പുറത്ത് പുള്ളാപ്പള്ളിയും വരട്ടെ, ഇഷ്ടം പോലെ ഭക്ഷണം ഞാൻ വാങ്ങി കൊടുക്കാം. പൈസ ഒന്നും അല്ല, യൂത്ത് ലീഗ് അല്ല മുസ്ലിം ലീഗ് ഇല്ലാത്ത കഥകൾ പറയും. ഈ വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തിൽ നമ്മളൊന്ന് ജയിച്ച റാങ്ക് നേടിയാൽ, മുസ്ലിം വിഭാഗം റാങ്ക് നേടിയാൽ കണ്ടുകൂടാ. നമ്മളൊന്ന് അഭിവൃദ്ധി പ്രാപിച്ചാൽ കണ്ടുകൂടാ. നമ്മൾ ചെയ്തത് ജീവകാര്യം കൊടുക്കാൻ കണ്ടുകൂടാ. എന്നിട്ട് വർഗീയതയുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പല കാരണങ്ങളും പറയും, ഇല്ലാത്ത കാരണങ്ങൾ പറയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, 48 ലീഗ് ഉണ്ടായിരുന്നു, മദിരാശിയില്ല,
ആരുമില്ലായിരുന്നു. ഒരു പണക്കാരൻ ലീഗിൻ്റെ കൂടെ ഇല്ലായിരുന്നു. പണമുള്ളവനൊക്കെ മറ്റുള്ളതായിരുന്നു. പാവപ്പെട്ടവർ, കൈവണ്ടി വലിക്കുന്നവർ, ബീഡി തൊഴിലാളികൾ, പോർട്ടർമാർ, ചുമട്ടുതൊഴിലാളികൾ, അടിസ്ഥാന വർഗക്കാരാണ് ഈ പാർട്ടിയെ ഇവിടെ വരെ എത്തിച്ചത്. അല്പമൊന്ന് സാമ്പത്തിക ഭദ്രത നേടിയത് നിങ്ങളാണ്. പ്രവാസികൾ, നിങ്ങളുടെ കഠിനാധ്വാനമാണ്, നിങ്ങളുടെ വിയർപ്പാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നട്ടലിലേക്ക് അഭിമാനിക്കുന്നത്. അത് നിങ്ങളാണ് ഒരല്പമെങ്കിലും മുസ്ലിം ലീഗിന് സാമ്പത്തിക ഭദ്രത നൽകിയത്. നമുക്ക് നൽകിയ അഭിമാനം നേരത്തെ തബ്ഷീറ പറഞ്ഞതുപോലെ ഒട്ടനവധി നേതാക്കന്മാർ, CH മുതൽ പി സാഹിബ് മുതൽ KMC സാഹിബ് മുതൽ അത്രയ്ക്ക് തങ്ങളടക്കം ഒട്ടനവധി നേതാക്കൾ, ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ട്. സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള, ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കന്മാരാണ് നമ്മളെ എത്തിച്ചത്. അതുകൊണ്ടാണ് എല്ലാ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ദളിത് സംബന്ധിച്ച് ഞാൻ നല്ല സുരക്ഷിതമായ ലെവലിലെത്തി. എൻ്റെ 16-ാം വയസ്സിൽ എനിക്ക് തോന്നി ഇങ്ങോട്ട് പോരാൻ തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ പെട്ടുപോയി. ഞാൻ അവസാനം കഴിഞ്ഞ 19-ാം തീയതി ഇങ്ങോട്ട് ബാഗൊക്കെ എടുത്ത് വരുമ്പോൾ കൂടെ ഞാൻ CPI-യിലായിരുന്നു. CPM അല്ല, CPI. എൻ്റെ കുടുംബമൊക്കെ CPI-കാരാണ്. അല്ലെങ്കിൽ AIYF, അതിൻ്റെ യുവജന സംഘടന പേര്, നമ്മൾ യൂത്ത് ലീഗിനെ പോലെ അതിലൊരു പ്രവർത്തകനായിരുന്നു പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് എന്നെ ഒരുപാട് ആൾ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ കൂടെ ഉള്ള പരിചയമായിട്ടാണ് പോകുന്നത്. ഞാൻ സൗദി അറേബ്യ കൂടുകയാണ്. നമുക്ക് സൗദി അറേബ്യ വെറുതെ പറയാൻ പറ്റില്ല. എന്നെ KMCC-ക്കാർ സൗദി അറേബ്യ കാണാൻ കൊണ്ടുകൊണ്ടാണ്. കുറച്ച് എനിക്ക് രക്ഷപ്പെട്ടോട്ടെ. ഞാൻ ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റി, എൻ്റെ കൂടെ ഓർക്കും ബ്രാഞ്ച് കമ്മിറ്റിയിൽ എത്തില്ല. ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്, പ്രാദേശിക പഞ്ചായത്തില്ല. ഞാനിവിടെ ദമാമിൽ പോയി, ഇപ്പൊ ജിദ്ദയിലാണ്, റിയാദിൽ പോയി, അല്ലേ? ഇനിയിപ്പോ പാട്ടുകാരോട് ടീക്കാർ ദേശം കിട്ടണം. അപ്പം സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഞാൻ നല്ല കൈകളിൽ എത്തി, തർക്കമൊന്നുമില്ല. എൻ്റെ അടുത്ത് പല CPM-മാരും വീട്ടിൽ വരാറുണ്ട്. രാവിലെ വരും, എൻ്റെ അടുത്ത് നേരെ വന്നിട്ട് ഞാൻ കാണും, പറയുകയും ഭാര്യയോട് പറഞ്ഞ ഞാൻ ബാത്റൂമിലാന്ന് പറഞ്ഞാണ്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എന്നെ സ്വൽപ്പാക്കിയാലോ. അപ്പൊ മുമ്പരങ്ങനെ കുത്തിരിക്കും, ഇരുന്നിട്ട് ഇങ്ങനെ ചന്ദ്രിക നോക്കും. എനിക്കതാ ആവശ്യം. ചന്ദ്രിക ആദ്യം നോക്കില്ല, ഫ്രണ്ട് പേജ് നോക്കില്ല, ബാക്ക് പേജ് നോക്കില്ല, സ്പോർട്സാണ്. അതെല്ലാവരും നോക്കും. അപ്പൊ ഞാൻ ജനലിന്റെ ഉള്ളിൽ നോക്കും. അപ്പൊ സ്പോർട്സ് മറിച്ച് അങ്ങനെ പേജ് നോക്കിയതിന് ശേഷം ഞാൻ കഴിച്ചു. സോറി, ആ പ്രശ്നം എന്തേ വന്നു ചോദിച്ചു. എനിക്ക് കത്ത് വേണം. എന്റെ കത്ത് CH സെന്ററിലേക്ക് കത്ത്. എന്റെ കത്താ പോകും ലീഗിന്റെ പ്രസിഡന്റ് അടുത്ത് പോകണ്ട, വാർഡ് ലീഗിന്റെ പ്രസിഡന്റ് കത്ത് വേണ്ട, മണ്ഡല പ്രസിഡന്റ് കത്ത്. എന്റെ കത്തിന് ഡയറക്റ്റ് പോരെ. അതിനാണ് അത് എനിക്കറിയില്ല. ഓനെ ശരിയാക്കിയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ലെറ്റർ ബോർഡ് പഠിച്ച് ലെറ്റർ ബോർഡ് ഇഷ്ടമായി. ലെറ്റർ പഠിച്ച് ഇതൊരു കാര്യം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം കത്ത് വന്നു. ഞാൻ അവിടെ നിന്ന് സീൽ ചെയ്തതാണ്. ഓനെ ലീഗിന്റെ പ്രസിഡന്റ് എടുത്ത് പറഞ്ഞു തരും. ഒരു ദിവസം പോട്ടയെന്ന് കുഴപ്പമില്ല. അവിടെ പോയിട്ട് കത്ത് വാങ്ങി അതിന്റെ അടിയിൽ ഞാൻ ഒരു ശുപാർശ ചെയ്ത് സ്വീകരിച്ച് പോയിട്ട് വന്നു. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണ് ജീവകാര്യം കൊടുക്കുന്നത്, രാഷ്ട്രീയം നോക്കാൻ. അപ്പൊ എന്നെ പരിഹസിച്ച ആളുകൾ ഞാൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കെതിരെ പ്രസംഗിച്ചവർ പ്രതിയോഗികളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ പറയുന്നത് ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാനൊരു പട്ടികജാതിക്കാരനാണ്. ഞാനൊരു പട്ടികജാതിക്കാരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അതിലേറെ ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. ഞാനൊരു മുസ്ലിം ലീഗുകാരനായതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുകയാണെന്ന് പറഞ്ഞു ലീഗ് രാഷ്ട്രീയം പഠിച്ചു. നമ്മളെ വർഗീയത പറയുന്നതാണ്. നമ്മൾ എന്തൊക്കെ പറയും. എന്നോടൊക്കെ പറയും നല്ല കൂട്ടുകാരെ കമ്മിറ്റിക്കുന്ന പോയിട്ട് ഒരു സലാം പറയില്ല, അസ്സലാം വലൈക്കും പറയൂലേ. എനിക്കത് വിഷമാവില്ല. ഞാൻ ഒരു വിഷമമില്ല. വാലൈക്കും സലാം, ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ രക്ഷയും സമാധാനം നിനക്കുണ്ടാവട്ടെ, തിരിച്ച് നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ കൂടാത്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അത് വിചാരിച്ചു സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിൽ ഞാനുണ്ട്. സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിൽ ഞാനുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഞാനുണ്ട്. എന്നെ കൂട്ടാത്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്റെ അജണ്ട എന്നോട് പറയാറുണ്ട്. എന്റെ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കാറുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ രാത്രി ഒന്നും കമ്മിറ്റി കൂടുന്നത് മെഴുകുതിരി വെളിച്ചത്തിലൊന്നും കമ്മിറ്റി കൂടുന്ന പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് തുറന്ന വെളിച്ചത്തിൽ ജനങ്ങളോട് സംവദിച്ച് ജനങ്ങളുടെ ആശയം കൈമാറി ഈ പ്രസ്ഥാനം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ മതേതരത്വം വലിയ പ്രശ്നത്തിലാണ്. BJP-കാരൻ അംബേദ്കർ, നമുക്കറിയാലോ, അംബേദ്കറുടെ ഫോട്ടോ കാണിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു യാത്രയുണ്ട്. അംബേദ്കറുടെ ഫോട്ടോ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ്. അംബേദ്കർ സംഭാവന ചെയ്തത് ആരാണ്? മുസ്ലിം ലീഗാണ്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണം. ഭരണഘടന എഴുതാൻ അർഹതയുള്ളത് ഡോക്ടർ ഭീമാറാവ് റാംജി അംബേദ്കർ.
പക്ഷെ അംബേദ്കർ ആ ഭരണഘടന എഴുതണമെങ്കിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കണം. കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, മഹാരാഷ്ട്രയിൽ കൊടുത്തു. മഹാരാഷ്ട്രയിൽ അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ്കാർക്ക് ജയിച്ചു, പക്ഷേ അംബേദ്കർ തോറ്റു. അദ്ദേഹത്തിന് വിഷമായി. തോൽക്കാൻ കാരണം എന്താ? കോൺഗ്രസ്കാരനായിട്ടല്ല തോറ്റത്, സവർണ ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല ഞങ്ങൾക്ക്. പട്ടികജാതിക്കാരന് സവർണ ഹിന്ദു പോലും പറയാട്ടോ, എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിജയം തോന്നുന്നു. സവർണ ഹിന്ദു അവർ പറയുന്ന അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, പട്ടികജാതിക്കാരൻ വോട്ട് ചെയ്യും. അവൻ അങ്ങനെ എം പി ആണ്ട, അവൻ അങ്ങനെ നിയമനിർമ്മാണ സഭയിൽ എത്തണ്ട, പരാജയപ്പെട്ടു. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി വീട്ടിലിരുന്നു. പിന്നീട് കോൺഗ്രസ് പറഞ്ഞു ഇദ്ദേഹം ജയിക്കാതെ ഭരണഘടന എഴുതാനും കഴിയില്ല, അവൻ വലിയ പ്രശ്നം. അപ്പൊ ഇദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞു എന്നാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ, അവിടെ പിന്നെ അങ്ങനെ വർഗമൊന്നുമില്ല, ഒരു സാധാരണ വർഗങ്ങളൊക്കെ ഉള്ളത്, അവിടെ മത്സരിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചു തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിലും തോറ്റു. തമിഴ്നാട്ടിലും അംബേദ്കർ തോറ്റു. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി നിർത്തേണ്ട പറയുന്നു അദ്ദേഹം പിന്നെ വിഷമത്തോടു കൂടി വീട്ടിലിരിക്കുക. രാത്രി ആ കഥകിന് ഒരാൾ വാതിൽ തുറന്നു. അദ്ദേഹം പറഞ്ഞാളെ ഇരുത്തി. അദ്ദേഹം പറഞ്ഞു അംബേദ്കർ നിങ്ങൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ അനിവാര്യമാണ്. നിങ്ങൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ 2 തവണ പരാജയപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങ് പശ്ചിമ ബംഗാളിൽ മുസ്ലിങ്ങൾ 90% താമസിക്കുന്ന നിയോജക മണ്ഡലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ അവിടെ വരണം, നിങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കും. അംബേദ്കർ മനസ്സോടെ പശ്ചിമ ബംഗാളിലേക്ക് പോയി. 90% മുസ്ലിങ്ങൾ ഉള്ള ആ നിയോജക മണ്ഡലത്തിൽ നിന്നും വൻഭൂരിപക്ഷത്തിൽ അംബേദ്കർ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ ക്ഷണിച്ച ആ മനുഷ്യന്റെ പേര് ഖായിദെ-മില്ലത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ സംഭാവനയാണ്. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായപ്പോൾ ഒരുപാട് ആളുകൾ അവകാശം ഉന്നയിച്ചു. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഭരണഘടനാ ശില്പിയാക്കി മാറ്റി. കരട് പ്രഖ്യാപിച്ചു ഭരണഘടനയുടെ. ആ കരടിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. മറ്റൊന്നും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഭരണഘടന കരടിൽ ഉണ്ടായിരുന്നത് ഏതൊരാൾക്കും ഇന്ത്യയിൽ ഏത് മതത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ കഴിയും, പരിവർത്തനം നടത്തും. എനിക്ക് മുസ്ലിമാവാം, നാളെ എനിക്ക് മുസ്ലിമാണെങ്കിൽ കുഴപ്പമില്ല. ക്രിസ്ത്യാനികൾക്ക് ഹിന്ദു ആവാം, നിങ്ങൾക്ക് ഹിന്ദു ആവാം. പട്ടികജാതിയിൽ ആരെടുക്കില്ല, പട്ടികജാതിയിൽ ആരെടുക്കും, അത് കൺവേർട്ട് ഹിന്ദു ആവാം. അപ്പൊ ഏത് ജാതിയും ഏതാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യയിൽ മതപ്രചരണം നടത്താൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന മതപ്രചരണം എന്ന് പറഞ്ഞാൽ വയത് പറയില്ലേ, ക്ഷേത്രങ്ങളിൽ മതപ്രഭാഷണം നടത്തുന്നില്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾ അങ്ങാടിയിൽ വന്ന് മതപ്രഭാഷണം, ഇതൊന്നും പാടില്ലായിരുന്നു ഇന്ത്യയിൽ അങ്ങനെ പാടില്ലായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയുടെ കരടിൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാം മതത്തിനായി. ഇസ്ലാം മതത്തിന്റെ പ്രത്യേകത പ്രചരണത്തിലൂടെയാണ് ഇസ്ലാം മതം വ്യാപിപ്പിച്ചത്. അതാണ് ഇസ്ലാമത്തിലുള്ള യുദ്ധത്തിലൂടെയല്ല. മറ്റൊന്നും ഇസ്ലാമത്തിന്റെ മൂല്യമായ സത്യം അത് പ്രചരണമാണ്. വയലു പറയാം, മലയാളത്തിൽ പറഞ്ഞ നമ്മൾ മലബാറിൽ വയലു പറയാം. അതിന് അവകാശമില്ലായിരുന്നു. ഇസ്മായിൽ സാഹിബ് അംബേദ്കറെ കണ്ടു, അംബേദ്കറോട് ഈ വിഷയം പറഞ്ഞു. അംബേദ്കർ ഞങ്ങളുടെ മതം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടൊരു അവകാശം ഞങ്ങൾ ഭരണഘടനയിൽ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് നിങ്ങൾ തന്നെ എന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മതപ്രചരണത്തിനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ എനിക്ക് ചോദിക്കാറുണ്ട്, ലീഗിനോട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നതല്ല, മുസ്ലിം ലീഗിനോട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒറ്റത്രയുള്ളൂ, ബാക്കിയൊന്നുമല്ല, സ്കൂളും കോളേജും ഒന്നുമല്ല. മതപ്രചരണം നടത്താനുള്ള അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗ മുസ്ലിം ലീഗ് പാർട്ടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം അതുതന്നെയാണ്. മതങ്ങൾ പ്രചരണം നടത്തുന്നത്. നമ്മൾ ഒരു വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ കേരളത്തിൽ സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് RSSകാരും BJPക്കാരുമല്ല. അറബിക് സർവകലാശാല ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യും VT മുഹമ്മദ് ബഷീറാണ് കാലടിയിൽ സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത്.
നമുക്കറിയാവുന്ന ചരിത്രമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നേട്ടം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നമ്മളറിയാമല്ലോ. നമുക്കറിയാം 1980 നമുക്ക് യൂത്ത് ലീഗിന്റെ ഏറ്റവും വലിയ ഭാഷാസ്ത്രം മജീദുർ റഹ്മാൻ കുഞ്ഞിപ്പം ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയാ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറബി പഠിപ്പിക്കാനുള്ള അവകാശമല്ല, ഉറുദു പഠിപ്പിക്കാനുള്ള അവകാശമല്ല, സംസ്കൃതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? സംസ്കൃതം പഠിപ്പിക്കണം, അറബിയും ഉറുദും പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് 3 ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടത് മുസ്ലിം ലീഗിനാണ്, യൂത്ത് ലീഗിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ നിരന്തരമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന്റെ ഉപതെരഞ്ഞെടുപ്പുമായുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ നേതാക്കന്മാർക്ക് നാളെ എന്നെ പറ്റും പറയും, തഫ്സീറിനെ കുറിച്ച് പറയും, വലിയ മുടക്കൊന്നുമില്ല. അതിനൊന്നും നമ്മളാരും വീഴാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ തവണ 15 സീറ്റാണ് മുസ്ലിം ലീഗ് MLA-മാരുള്ളത്. ആ 15 അടുത്ത തവണ നമ്മൾ മത്സരിക്കുന്ന 27 സീറ്റാണെങ്കിൽ അത് 27 മുസ്ലിം ലീഗ് ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ കാഴ്ചവെച്ചത്. അതിന്റെ റിഹേഴ്സൽ എന്ന നിലക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനൊന്നും പറയണ്ട, തഫ്സീർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജയിപ്പിക്കാൻ എല്ലാം മിടുക്കന്മാരാണ്, തോൽപ്പിക്കാതെ നമ്മൾ മിടുക്കന്മാരെ എനിക്കറിയാം അല്ലേ? അത് നമ്മളെ മനസ്സിനുള്ളിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടായി, അങ്ങനെ ജയിക്കേണ്ടെന്നുള്ള ചിന്ത അതൊന്നും വേണ്ട. നമുക്ക് കോണി ചിഹ്നത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈ പെരിന്തൽമണ്ണ എനിക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. എന്റെ ജനറൽ സെക്രട്ടറി പെരിന്തൽമണ്ണക്കാരനാണ്, ശശിധരൻ മണലായ. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിജയൻ ഏലക്കുളം പെരിന്തൽമണ്ണക്കാരനാണ്. അതായത് പെരിന്തൽമണ്ണ ദുരിതയ്ക്ക് നല്ല കമ്മിറ്റിയുണ്ട്. ഇപ്പൊ എന്നോട് 19 സീറ്റ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ റിസർവേഷൻ ഉണ്ട്. ബാബു EP എന്നോട് എന്റെ പ്രസിഡന്റ് ഇപ്പം വിളിച്ചത് 19 നമ്മൾ തന്നെ മത്സരിക്കും, മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. മുസ്ലിം ലീഗിന്റെ ഏറ്റവും നല്ല ഒരു പോഷക ഘടകം എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മുസ്ലിം ലീഗിൽ തന്നെ ഒരു മുതൽക്കൂട്ടാവും. അതിനുള്ള പ്രാർത്ഥനയും നിങ്ങൾ കൂടി ഞങ്ങളിൽ മാത്രം എന്റെ 2 വാക്ക്